N8 പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാനുണ്ട്. വർക്ക് ഫ്ലോയും ഓട്ടോമേഷനും. എന്താണ് വർക്ക് ഫ്ലോ? ഒരു ഓഫീസിൽ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ഒരു പുതിയൊരു എംപ്ലോയി ജോയിൻ ചെയ്യുന്നു എന്ന് കരുതുക. ആ എംപ്ലോയിനെ ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു HR മാനേജർ താഴെ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലെ. കോൺട്രാക്ട് സൈൻ ചെയ്യിപ്പിക്കണം, അവർക്ക് ഒരു ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം, സാലറി ഡീറ്റെയിൽസ് അക്കൗണ്ട്സ് ടീമിനൊക്കെ കൈമാറണം. ഇങ്ങനെയുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ HR മാനേജർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ സ്റ്റെപ്പുകളുടെ ലിസ്റ്റിനെയാണ് നമ്മൾ വർക്ക് ഫ്ലോ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് എന്താണ് ഓട്ടോമേഷൻ എന്ന് നോക്കാം. ഇനി HR മാനേജറിന് പകരം നമ്മൾ N8 കൊണ്ടുവന്നു എന്ന് വിചാരിക്കാം. പുതിയ ഒരു എംപ്ലോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് N8 നമ്മൾ അയാളുടെ പേരും ഡീറ്റെയിൽസും കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞാൽ N8 എന്ത് ചെയ്യും? N8 തന്നെ വെൽക്കം ഇമെയിൽ അയക്കും, കോൺട്രാക്ട് സെൻഡ് ചെയ്യും, ഗൂഗിളിൽ പോയിട്ട് ഇമെയിൽ ID ക്രിയേറ്റ് ചെയ്യും, അക്കൗണ്ട്സ് ടീമിന് ഇയാളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം മെസ്സേജ് ചെയ്ത് കൊടുത്തോളും. ഇവിടെ ഹ്യൂമന്റെ സഹായമില്ലാതെ ഈ ഒരു N8 എന്ന് പറയുന്ന ടൂളാണ് ഈ ജോലികളെല്ലാം ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഓട്ടോമേഷൻ എന്ന് വിളിക്കുന്നത്. നോർമൽ ആയിട്ടുള്ള ഈ ഓട്ടോമേഷനും അതുപോലെ ഒരു AI ഏജന്റും തമ്മിൽ എന്താണ് വ്യത്യാസം? സാധാരണ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റാറ്റിക് ആയിരിക്കും. നമ്മൾ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ നിയമങ്ങൾ മാത്രമാണ് അതനുസരിക്കുകയുള്ളൂ. സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറാനായിട്ടുള്ള കഴിവ് ഒരു നോർമൽ ഓട്ടോമേഷൻ ഇല്ല. ഇനി AI ഏജന്റ് എന്താണ്? നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഓട്ടോമേഷനിൽ നമ്മൾ AI ആഡ് ചെയ്യുകയാണ്. അപ്പോഴത് എന്തായിട്ട് മാറും? ഒരു AI ഏജന്റ് ആയിട്ട് മാറും. AI ആഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ അതിനൊരു ബ്രെയിൻ കൊടുക്കുന്നു എന്നുള്ളതാണ് അതിനർത്ഥം. ഇനി എങ്ങനെയാണ് ഒരു N8 അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നത് നോക്കാം. അതിന് ആദ്യത്തെ വഴി എന്ന് പറയുന്നത് N8.io എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ വരിക. ഇവിടെ നമുക്ക് 14 day ഫ്രീ ട്രയൽ അവർ തരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഈ ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും പേരും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ട് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ഫ്രീ 14 day ട്രയൽ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വൺസ് നിങ്ങൾ ഇതെല്ലാം ഫിൽ ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ ലിങ്ക് വരും. അത് നിങ്ങൾ വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് N8 ഇൻസൈഡ് നമുക്ക് പോയി നമുക്ക് വർക്ക് ഫ്ലോസ് സെറ്റ് ചെയ്യാൻ പറ്റുന്ന എഡിറ്റർ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വേ നിങ്ങൾക്ക് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാനായിട്ടുള്ളത്. ഇനി അടുത്തൊരു വേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലോക്കലി ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി ഇതാണ് N8 ഇന്റർഫേസ് വരുന്നത്. ഇതിന് നമ്മൾ വർക്ക് ഫ്ലോ ക്യാൻവാസ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഓട്ടോമേഷൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എഡിറ്റർ ഉണ്ട്, പിന്നെ എക്സിക്യൂഷൻസ്, ടെസ്റ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇവാലുവേഷൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ വർക്ക് ഫ്ലോയുടെ പേര് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇമെയിൽ സെൻഡ് ചെയ്യാനായിട്ടുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? Gmail എന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ Gmail എന്ന് നിങ്ങൾക്ക് കിട്ടും. Gmailന്റെ ഉള്ളിൽ തന്നെ ഇവിടെ ആക്ഷൻസ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ഇമെയിൽ അയക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? സെൻഡ് എ മെസ്സേജ് എന്ന് പറയുന്ന നോഡാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. ഓരോ ടാസ്കുകൾ ചെയ്യാനും നമ്മൾക്ക് പുതിയ നോഡുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് N8 ഉള്ളിൽ നമ്മളൊരു കംപ്ലീറ്റ് വർക്ക് ഫ്ലോ അല്ലെങ്കിൽ ഒരു ഓട്ടോമേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ പ്ലസ് ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് അടുത്ത നോഡിനെ കണക്ട് ചെയ്യാം. അപ്പോൾ ഡേറ്റ ഒരു നോഡിൽ നിന്നും അടുത്ത നോഡിലേക്ക് പോകുന്നത് ഈ ഒരു കണക്ഷൻസ് ത്രൂ ആണ്. ഒരു ലൈറ്റനിങ് പോലത്തെ ഒരു സിമ്പിൾ കാണാനായിട്ട് പറ്റും. ട്രിഗർ നോഡ് എപ്പോഴും ആവശ്യമുണ്ട്. എല്ലാ വർക്ക് ഫ്ലോയും തുടങ്ങുന്നത് ഒരു ട്രിഗർ നോഡിൽ നിന്നായിരിക്കും. ഇനി നമുക്ക് ഫസ്റ്റ് ഒരു വർക്ക് ഫ്ലോ സെറ്റ് ചെയ്ത് നോക്കാം.